ഒരു ഫയലുണ്ട്. ആ ഫയലിൽ ഒരു നോട്ട് കിടപ്പുണ്ട്. എന്താണ് ഫയൽ നോട്ട്? നിയമവകുപ്പിൻ്റെ ഒരു കമൻ്റ് ഉണ്ട് അതിനകത്ത്. നിയമവകുപ്പ് കൊടുത്തിരിക്കുന്ന കമൻ്റ്, ഇത് നയപരമായ തീരുമാനമായതിനാൽ, നയപരമായ വിഷയമായതിനാൽ നയപരമായ തീരുമാനമുണ്ടാകണം. നയപരമായ തീരുമാനമുണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ക്യാബിനറ്റിലേക്ക് പോകണം. പോളിസി മാറ്റർ ക്യാബിനറ്റിലേക്ക് പോകണമെന്നാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. വാസുകി IAS ഇത് ഒപ്പിടാൻ പാടില്ലായിരുന്നു. അവർ ഒപ്പിടുന്ന മുമ്പേ മന്ത്രിയോട് പറയണമായിരുന്നു, സാർ ഇത് ഒപ്പിടാൻ പറ്റില്ല, കാരണം ക്യാബിനറ്റിലേക്ക് ഡെഫർ ചെയ്തതാണ് 2 പ്രാവശ്യം. ഇനിയും ക്യാബിനറ്റിലേക്ക് പോയൊരു കാര്യം, നയപരമായ തീരുമാനം വേണമെന്ന് ഫയലിൽ എഴുതിയിരിക്കുന്ന സാഹചര്യത്തിൽ, ഇനി മലയാളത്തിൽ ഫയലായതുകൊണ്ട് അവർ തമിഴാണോ എന്ന് അറിയത്തില്ല, വാസുകി IASന് തമിഴാണോ അതോ മലയാളിയാണോ, എന്തായാലും അവർ ഫയൽ പഠിച്ചില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. കാര്യം ഫയലിൽ പിറകിലോട്ടുള്ള നോട്ടിൽ കിടക്കുന്നു. അത് ചാനലുകളിലും പത്രങ്ങളിലും വന്ന വാർത്തയാണ്. നിയമവകുപ്പ് കൊടുത്തിരിക്കുന്ന ഉപദേശം, ഇത് നയപരമായ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നയപരമായ പോളിസി മാറ്റർ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് അത് ഒരു മിനിസ്റ്റർ ലെവലിൽ പോലും ഫയൽ ഒപ്പിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മിനിസ്റ്ററിൽ നിന്ന് അനുവാദം വാങ്ങിയോ എന്നൊരു ചോദ്യമുണ്ട്. ഫയൽ ഈ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അസോസിയേഷൻ ഒപ്പിടട്ടെ, ഇങ്ങനെ ഒരു ധാരണാപത്രം കേന്ദ്രവുമായി ഒപ്പിടട്ടെ എന്ന് പറഞ്ഞ് ഫയൽ സർക്കുലേറ്റ് ചെയ്ത് ആ ഫയലിൽ ശിവൻകുട്ടി മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒപ്പ് വാങ്ങിച്ചോ എന്നുള്ളതും ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ധാരണാപത്രമാണ് ഒപ്പിടാൻ പോകുന്നത്. ഈ ധാരണാപത്രം ഒപ്പിട്ടോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ശിവൻകുട്ടി മന്ത്രിക്ക് ഫയലയച്ച്, അത് മുഖ്യമന്ത്രിക്ക് ഫയലയച്ച് അത് ഒപ്പിട്ടിട്ടുണ്ടോ ഒരു ചോദ്യമുണ്ട്. ഇനി അങ്ങനെ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അവിടെ നിന്നൊരു നോട്ട് താഴേക്ക് ശിവൻകുട്ടിക്ക് വഴി വാസുകിക്ക് കിട്ടിയിട്ടുണ്ടോ?